ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ലോകത്തോട് വിശദീകരിക്കുന്ന പ്രതിനിധി സംഘത്തിന്റെ ദൌത്യം വിജയകരമാണെന്ന് സംഘാംഗവും സിപിഎം എംപിയുമായ ജോൺ ബ്രിട്ടാസ്. ഭീകരതയ്ക്കെതിരെ യോജിച്ച പ്രവർത്തനം അനിവാര്യമാണെന്ന ഇന്ത്യയുടെ സന്ദേശം ലോകരാജ്യങ്ങളിലേക്ക് പകരാൻ പ്രതിനിധി സംഘത്തിന് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ജെഡിയു എംപി സഞ്ജയ് കുമാർ ഝാ നയിക്കുന്ന സംഘത്തിനൊപ്പം മലേഷ്യയിലുള്ള ജോൺ ബ്രിട്ടാസ് പാകിസ്ഥാന്റെ ഭീകരമുഖം മലേഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ വരച്ചിട്ടു. പാകിസ്ഥാനിലെ പട്ടാള മേധാവി അസീം മുനീർ സ്വയം ഫീൽഡ് മാർഷലായി പ്രഖ്യാപിച്ചത് ബനാന റിപ്പബ്ലിക്കിലോ തെമ്മാടി രാഷ്ട്രത്തിലോ മാത്രം സംഭവിക്കുന്ന കാര്യമാണെന്ന് ബ്രിട്ടാസ് പരിഹസിച്ചു. So they have understood and they have always declared their intent to support India in our fight against terror. And they always want India to go ahead and we want to mutually progress. And there is a buoyant trade between India and Indonesia, and there is different levels of contact between both the countries. So I think our visit to Indonesia was very fruitful. ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടുന്ന പ്രതിനിധി സംഘത്തിനൊപ്പമുള്ള കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ യോജിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ച് മലേഷ്യയിൽ വിശദീകരിച്ചു. ഭീകരതയ്ക്കെതിരെ ലോകം ഒരുമിച്ചുള്ള വലിയ ചെറുത്തുനിൽപ്പിനാണ് ഇന്ത്യ പരിശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ മതങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട തങ്ങൾ ഒരുമിച്ച് മാതൃരാജ്യത്തിന്റെ ശബ്ദമാകുന്നത് ഇന്ത്യയുടെ ഐക്യത്തിന്റെ വിളംബരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. And given back to India. And as you know that even in the assembly of Jammu and Kashmir, the seats that should have been in that area are kept vacant just for this reason that we have a long-term commitment that area is to come back to us. That's one important factor.